മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്ത്. പരാഗ്വയുടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടതാണ് ജർമ്മനി മടങ്ങുന്നത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിരുന്നു. 42-ാം മിനിറ്റിൽ ജൂലിയോ എൻസിസോയുടെ പരാഗ്വെ ലീഡെടുത്തു. എന്നാൽ കായ് എവേർട്സിലൂടെ ജർമ്മനി മറുപടി ഗോളുമായി എത്തി. തുടർന്ന് എക്സ്ട്രാ ടൈമിൽ ഇരു ടീമുകളും ലീഡ് എടുക്കാൻ സാധിച്ചില്ല. ഇതിന് പിന്നാലെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നത്. ജർമ്മൻ താരങ്ങളായ കായ് ഹവേർട്സ്, നിക് വെൾട്ടിമർ എന്നിവരുടെ കിക്ക് പരാഗ്വെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ തടഞ്ഞിട്ടു. ജോർദാൻ താഹ് തന്റെ കിക്ക് പുറത്തേക്കടിച്ചു. പരാഗ്വെ താരങ്ങളായ ആന്റോണിയോ സനാബ്രിയ, ഫാബിയൻ ബാൽബ്യൂന എന്നിവർക്ക് തങ്ങളുടെ കിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ലോകകപ്പിൽ 4-ാം തവണയാണ് പരാഗ്വെ പ്രീ ക്വാർട്ടറിലെത്തുന്നത്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി നേടിയ ഗോളാണ് ബ്രസീലിന് ജയമൊരുക്കിയത്. 29-ാം മിനിറ്റിൽ കയൂഷ് സനോയുടെ ഗോളിലൂടെ ജപ്പാൻ മുന്നിലെത്തിയിരുന്നു. തുടർന്ന് 56-ാം മിനിറ്റിൽ കസമിറയുടെ ഹെഡർ ബ്രസീലിന് സമനില സമ്മാനിച്ചു. ആദ്യ പകുതിയിൽ ജപ്പാന്റെ പ്രതിരോധം മറികടന്ന് സമനില പിടിക്കാൻ കാനറികൾക്ക് സാധിച്ചില്ല. രണ്ടാം പകുതിയിൽ എൻട്രിക്കിന്റെ വരവ് ബ്രസീലിനെ സഹായിച്ചു. ഗബ്രിയൽ മഗൽഹായ്സ് ജപ്പാനീസ് ബോക്സിലേക്ക് ഉയർത്തിവിട്ട പന്ത് കസമിറിയോ ഹെഡ് ചെയ്ത് ഗോളാക്കുകയായിരുന്നു. സമനില ഗോളിന് ശേഷവും ബ്രസീൽ ആധിപത്യം തുടർന്നു. കളി പൂർണ്ണമായും ബ്രസീലിയൻ താരങ്ങളുടെ കാലുകളിലായി. പലപ്പോഴും ജപ്പാൻ ബോക്സിൽ ഭീതി പടർത്താനും ബ്രസീലിന് സാധിച്ചു. 95-ാം മിനിറ്റിലാണ് മാർട്ടിനെല്ലി വിജയ ഗോൾ നേടിയത്.